നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നൽകിയത് 6 കീ പാസുകൾ, ക്രിയേറ്റ് ചെയ്തത് 5 ബിഗ് ചാൻസുകൾ. ലിയോ മെസ്സി പൊളിച്ചടുക്കിയ മത്സരം തന്നെയാണ് കടന്നുപോയിരിക്കുന്നത്. മെസ്സിയും അർജന്റീനയും തകർപ്പൻ ജയത്തോടുകൂടി കോപ്പ അമേരിക്കയ്ക്ക് തുടക്കമിട്ടിരിക്കുന്നു. കാനഡയെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് അർജന്റീന പരാജയപ്പെടുത്തുമ്പോൾ ഹുലിയൻ ആൽവാരസും ലൗട്രോ മാർട്ടിനസുമാണ് അവരുടെ ഗോളുകൾ കണ്ടെത്തിയത്. 2 ഗോളുകൾക്ക് പുറകിലും ലിയോ മെസ്സിയുണ്ട്. മെസ്സിയുടെ ത്രൂ ബോൾ അലക്സിസ് മാക്കലിസ്റ്റർ ബോക്സിൽ വെച്ച് ടച്ച് ചെയ്തത് ലഭിച്ച പന്തെടുത്ത് വലയിലേക്ക് അടിച്ചുകൊണ്ടാണ് ഹുലിയൻ ആൽവാരസ് ആദ്യ ഗോൾ കണ്ടെത്തുന്നതെങ്കിൽ മെസ്സി നൽകിയ ബോളിൽ നിന്ന് തന്നെയാണ് ലൗട്രോയുടെ ഗോളും വന്നത്. മെസ്സി തന്നെയാണ് അർജന്റീനയുടെ വിജയത്തിന് അടിത്തറയിട്ടത് എന്നർത്ഥം. ഈ മത്സരത്തിലെ പ്ലെയർ റേറ്റിംഗിലേക്കാണ് നമ്മൾ പോകുന്നത്. അർജന്റീനയുടെ മൊത്തം പ്രകടനത്തിന് നൽകുന്ന റേറ്റിംഗ് 7.2, കാനഡയുടെ മൊത്തം പ്രകടനത്തിന്റെ റേറ്റിംഗ് 6.75. അർജന്റീനയുടെ ഓരോ താരങ്ങളുടെയും റേറ്റിംഗിലേക്ക് പോയാൽ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് 7.4, ഡിഫൻസിൽ നാഹ്വൽ മൊളീന 7.2, ക്രിസ്ത്യൻ റൊമേറോ 7.7, ലിസാൻഡ്രോ മാർട്ടിനസ് 7.2, മാർക്കോസ് അക്യൂഞ്ഞ 6.5. മധ്യനിരയിലേക്ക് വരുമ്പോൾ അംഗേൽ ഡി മരിയ 7.1, റോദ്രിഗോ ഡി ബോൾ 7.3, ലിയാൻഡ്രോ പെരേഡസ് 7.2, അലക്സിസ് മാക്കലിസ്റ്റർ 7.7. മുന്നേറ്റത്തില് ഹുലിയൻ ആൽവാരസ് 7.2, ലിയോ മെസ്സി 8.5. അദ്ദേഹത്തിന്റെ കളിയുടെ കണക്കുകൾ വിശദമായിട്ട് നോക്കിയാൽ 90 മിനിറ്റ് കളിച്ചു, എന്നിട്ട് ഒരു അസിസ്റ്റ്, ഷോട്ട് ഓൺ ടാർഗറ്റ് 3 2 ഷോട്ടുകൾ ഓഫ് ടാർഗറ്റ് ആയി പോയി, ഒരു ഷോട്ട് ബ്ലോക്ക് ചെയ്യപ്പെട്ടു, 5 ഡ്രിബിളിംഗ് അറ്റംപ്റ്റുകൾ, 1 സക്സസ്ഫുൾ ആയി, 2 ബിഗ് ചാൻസ് മിസ് ചെയ്തു എന്നുള്ളത് ശരിയാണ്. ആ ഒരു ഓടിക്കയറി വന്നിട്ടുള്ള 2 അവസരങ്ങൾ, ഒന്ന് എമിയുടെ ഡ്രോപ്പ് കിക്കുമായി ലഭിച്ച പന്തുമായിട്ട് ഓടിക്കയറിയതാണ്. പക്ഷെ ഗോൾ കീപ്പർ ആദ്യം ഷോട്ട് തടുത്തു, വീണ്ടും റീബൗണ്ട് എടുത്ത് ഗോൾ കീപ്പർ മറികടന്ന് അടിക്കാൻ ശ്രമിച്ചത് ഡിഫൻഡറുടെ നേരത്തെ കൊണ്ടു. മറ്റൊന്ന് ഇതേപോലെ തന്നെ വന്നത് ഗോൾ കീപ്പർ ക്ലോസ് ഓൺ ചെയ്തപ്പോൾ ചിപ്പ് ചെയ്തത് പുറത്തേക്ക് പോവുകയായിരുന്നു. ഏതായാലും ആ 2 ചാൻസുകൾ മിസ് ചെയ്തതിന് 5 ബിഗ് ചാൻസുകളാണ് മെസ്സി ക്രിയേറ്റ് ചെയ്തത് എന്ന കാര്യം ഓർക്കുക. 6 കീ പാസുകൾ മെസ്സി കൊടുക്കുകയുണ്ടായി. 44 പാസുകളിൽ 39 ലക്ഷ്യത്തിൽ, അതായത് 89% പാസിംഗ് ആക്യുറസി, 2 ക്രോസുകൾ, 1 ലക്ഷ്യത്തില്. ഏതായാലും ലിയോ മെസ്സി മികച്ച പ്രകടനം നടത്തിയ മത്സരം തന്നെയാണിത് എന്ന് ഈ കണക്കുകൾ നമ്മോട് പറയും. ആരാധകരെ ആവേശം കൊള്ളിച്ച നിരവധി മുഹൂർത്തങ്ങൾ ഉണ്ടായിരുന്നു കളിയിൽ. ഏതായാലും അർജന്റീനയുടെ മറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് താരങ്ങളുടെ റേറ്റിംഗിലേക്ക് പോയാൽ ജിയോവാനി ലോ ചെൽസോയുടെ റേറ്റിംഗ് 6.7. അദ്ദേഹം 68ാമത്തെ മിനിറ്റിൽ അംഗേൽ ഡി മരിയയ്ക്ക് പകരക്കാരനായിട്ടാണ് വന്നത്. ഹുലിയൻ ആൽവാരസിന് പകരം 76ാമത്തെ മിനിറ്റിൽ വന്ന ലൗട്രോ പിന്നീട് ഗോൾ അടിച്ചു. അദ്ദേഹത്തിന്റെ റേറ്റിംഗ് 6.9. ലിയാൻഡ്രോ പെരേഡസിന് പകരം 77ാമത്തെ മിനിറ്റിൽ നിക്കോളാസ് ഒട്ടാമെന്റി വന്നിരുന്നു. അദ്ദേഹത്തിന്റെ റേറ്റിംഗ് 6.2. ഗോൺസാലോ മൊണ്ടിലും നിക്കോളാസ് ടാഗ്ലിയാഫിക്കോയും വന്നെങ്കിലും കളിയുടെ അവസാന ഘട്ടത്തിലായതുകൊണ്ട് നമ്മൾ അവർക്ക് റേറ്റിംഗ് കൊടുക്കുന്നില്ല. എന്തായാലും അർജന്റീന ഇതാ കോപ്പ അമേരിക്കയിൽ വിജയ തുടക്കം വിട്ടിരിക്കുന്നു. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ് വീണ്ടും എത്താം.